അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ജൈത്രയാത്ര അൽഹംദുലില്ലാഹ് കുറച്ച് നാളുകൾ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് തന്നെ നിങ്ങൾ അതിനെ പേടിച്ച് വിറച്ച് ഖുതുബകളിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ നിങ്ങൾക്ക് പ്രസരിപ്പ് കാണാം. അഹ്ലുസുന്ന വൽ ജമാഅ നിയന്ത്രിക്കുന്ന ഒരു നാടിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറയാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളുടെ മെസ്സേജുകൾ പോകും മരിച്ചു കഴിഞ്ഞാൽ. ആർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സംഘടന വേണമെന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എവിടെ സംഘടന ആവശ്യം? ഏതെങ്കിലും വാട്സപ്പിൽ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടോ വിച്ച് ഓർഗനൈസേഷൻ യു ആർ, ഏത് ഓർഗനൈസേഷനിലാണ് നിങ്ങളെന്ന് ചോദിക്കോ? വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സംഘടന പതിൽ വരേണ്ട എന്താ ആവശ്യമുള്ളത്? 1000-ഉം അതുപോലെ തന്നെ ലക്ഷവുമൊക്കെ മെമ്പർമാരുള്ള ചാനലുകളുണ്ട്. അവരൊക്കെ പിന്നെ വാട്സപ്പ് ഇന്നലെ അതിന്റെ പറയാ സംഘടന ഉള്ളതുകൊണ്ടെന്നാണ് വിചാരിച്ചത്. സംഘടന ഇല്ലാത്തവർക്ക് ചാനൽ ഉണ്ടാക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ് നമ്മളുടെ ചാനലുകൾ 2000-ഉം 3000-ഉം സഹോദരങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് സംഘടന ഉള്ളതുകൊണ്ടെന്നാ അല്ലല്ലോ. പല ആളുകളും ഹക്ക് അന്വേഷിച്ചുകൊണ്ട് വരും. എന്താണ് ഒരു പറയുന്നത് അന്വേഷിക്കും. അവർക്ക് വളരെ എളുപ്പത്തിൽ ഉലൂമുസ് സുന്നയുടെ ആ ചാനലിലേക്ക് കയറാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് പല ആളുകളും പല കുതന്ത്രങ്ങളും മെനഞ്ഞു നോക്കി, പല രൂപത്തിലും തളർത്താൻ നോക്കി. പക്ഷെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഉയർത്തി. അൽഹംദുലില്ലാഹ്. അപ്പോ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്തു വേണ്ട? സംഘടന വേണ്ട എന്നത് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. ശരി. എന്നിട്ട് പറയാണ്, എന്താണ്? ആരോടും മിണ്ടൂല, വട്ടി മിണുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കും പള്ളിയുടെ മൂലയില്. എന്നിട്ട് പറയും ഞാനാണ് 916. സഹോദരങ്ങൾ, ആരോടും മിണ്ടൂല, വടിമിണുങ്ങിയ പോലെ എന്നുള്ളത് കളവാണ്. ഇനി ഞാനാണ് 916 എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല, ഞാനാണ് 1000 എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് 916 അല്ല. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളുടെ മൻഹജ് അതെന്താണ്? 1000-ആണ്. 916ന്റെ കണക്ക് നമുക്കില്ല. മനസ്സിലായോ? 916 അല്ല. പിന്നെ എത്രയാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എത്രയാണ്? 1000-ൽ-1000-മാണ്. 1916 അല്ല, 1000-ൽ-1000-മാണ്. വ്യക്തിത്വപരമായി നമ്മൾ എന്തായിരിക്കാം? താഴെയായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ മൻഹജ്, ഞങ്ങളുടെ പാത അത് എത്ര? 1000-ൽ-1000. ഞങ്ങൾ അതാ പറയുന്നത്. നിങ്ങൾ 916 എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 916 അല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്നത്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. ആ ഉറപ്പ് ബാക്കിയുള്ളവർക്ക് ഉണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ വായിച്ചു. ഖുർആൻ വായിച്ചിട്ട് മനസ്സിലായി ഇതെന്താണ്? ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് മനുഷ്യന്റെ വാക്കല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ പറഞ്ഞ ഫക്കറ വഖദ്ദർ, ആലോചിച്ചു, കണക്കുകൂട്ടി. ഫഖുതില കൈഫ ഖദ്ദർ, അവൻ നശിച്ചു പോട്ടെ, അവൻ എങ്ങനെയാണ് കണക്കുകൂട്ടിയത്? എന്നിട്ട് പറഞ്ഞു ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്തർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇത് വെറും സിഹറാണ്. അവർക്ക് മനസ്സിലായി ഇത് ഹക്കാണ്, ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലായതിനു ശേഷം അവൻ പറയാണ് ഇത് സിഹർ തന്നെ, ഇത് മനുഷ്യന്റെ വാക്ക് തന്നെ. സഉസ്ലീഹി സഖർ, അവനെ ഞാൻ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. സഖർ എന്ന നരകത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കും. സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടെൻഷൻ. അല്ലെങ്കിൽ എന്തിന് ടെൻഷൻ? ബാത്തിലാണെങ്കിൽ അത്ര ടെൻഷൻ ആവശ്യമില്ല. പക്ഷേ ബാത്തിലാണെങ്കിൽ ആ ബാത്തിലായ കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ പോരെ. അവരിങ്ങനെ പറയുന്നവരാണ്, ഇങ്ങനെ പറയുന്നവരാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടി വന്നത്? കളവുകൾ പറയേണ്ടി വരുന്നത്. ശരി, പോട്ടെ, ചിരിക്കുന്നില്ല. അതുപോലെ തന്നെ കൂട്ടായ്മ അത് വികസിച്ചുകൊണ്ടിരിക്കും. സത്യത്തിന്റെ കൂട്ടായ്മ എന്താണ് അതിന്റെ പ്രത്യേകത? അത് വികസിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 2012 ശേഷം നിങ്ങൾക്ക് എന്ത് വികസനം ഉണ്ടായത്? 2012 മുജാഹിദുകൾ കുറെ ഉണ്ടായത് 2 സ്പ്ലിറ്റായി. അതല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് ആൾക്കാർ ആലോചിച്ചിട്ടുണ്ടോ? മുജാഹിദുകൾക്ക് എവിടെ നിന്ന് ആൾക്കാരാ? പണ്ടാ കേനം ഉണ്ടായത് എന്തായി? അല്ലെ ഇസ്ലാംകാർക്ക് എവിടെ നിന്ന് ആൾക്കാർ? പണ്ട് കേനം ഉണ്ടായത് സ്പ്ലിറ്റായി. 100 ആളുണ്ടായത് 50-50 ആയി.
അതല്ലാതെ ഒന്നും വന്ന് തുടങ്ങി വികസിച്ചതാണോ വിസ്ഡം? അല്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത് ഇവിടെ കേരളത്തിൽ തുടങ്ങുമ്പോ നമ്മളുടെ സഹോദരൻ, ബഹുമാന്യനായ സഹോദരൻ അബു അദ്നാൻ ഹഫളഹുല്ലാഹ് ഇവിടെ വന്ന് തുടങ്ങുമ്പോ ഒരാള് രണ്ടാള്, അങ്ങനെ ഒരാള് രണ്ടാള് ആളുകൾ ആട്ടിപ്പായിക്കുന്നു, കള്ളന്മാരെന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ നാട്ടിൽ കൊള്ളാൻ കഴിയാത്ത ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. 1, 2, 3 അങ്ങനെ അത് 4ആയി, 5ആയി, 16ആയി. പിന്നെ അത് അൽഹംദുലില്ലാഹ് ആയിരങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അതാണ് വികസനം. അതല്ലാതെ 50 എന്നത് 52ആയി എന്നുള്ളത് എന്തല്ല വികസനമല്ല. 1 എന്നുള്ളത് 1000ത്തിലേക്ക് എത്തിയാൽ അതിനാണ് വികസനം എന്ന് പറയാം. ആളുകൾ നിങ്ങളെ മുന്നിൽ പണ്ടേ KNM ഉണ്ടായിരുന്ന ആൾക്കാർ 2 കഷ്ണായി, അതും ചവിട്ടി പുറത്താക്കിയോണ്ട്. ചവിട്ടി പുറത്താക്കി നിങ്ങൾ ഇപ്പോഴും KNM പറഞ്ഞിട്ട് ഇതേ വർത്താനങ്ങൾ KNMന്റെ പള്ളി എന്നിട്ട് വർത്താനം നമ്മളോട് പറഞ്ഞാണ്. അതല്ലെങ്കിലോ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയോണ്ട് നിങ്ങൾ ഇങ്ങനെക്കായി. നിങ്ങളെ ചവിട്ടി പുറത്താക്കിയതെന്ന് നമ്മൾ പറഞ്ഞല്ല, നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. ശരി. അപ്പോ സഹോദരങ്ങളെ, സത്യത്തിന്റെ എന്നിട്ടാൾ പറയാണ് സത്യത്തോട് അടുത്ത് നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ചേരാൻ വൈകരുത്. കുറച്ചൊക്കെ സത്യസന്ധത ഉള്ളിൽ വന്നതുകൊണ്ടാണെന്ന് അറിയില്ല. എന്താണ്? സത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ചേരാൻ വൈകരുത്. എന്തിനാണ് ചങ്ങായിമാരെ സത്യത്തിന്റെ കൂട്ടമുള്ളപ്പോ പിന്നെ എന്തിനാ സത്യത്തിന് അടുത്ത് നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ പോയി ചേരുന്നത്? അൽഹംദുലില്ലാഹ് ഇവിടെ സത്യത്തിന്റെ കൂട്ടമുണ്ട്. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു ഈ കൂട്ടത്തിലേക്ക്. പിന്നെയാണോ നിങ്ങൾ സത്യത്തിന് അടുത്തോടത്തേക്ക് പോണത്? അടുത്തല്ല, അതിനേക്കാൾ അടുത്താണെങ്കിലും നമുക്ക് പോകാൻ നിർവാഹമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 916 ആണെങ്കിലും പോകാൻ നിർവാഹമില്ല. 1000 ആണെങ്കിലേ പോകാൻ സാധ്യതയുള്ളൂ, നാളെ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാ സത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ചേരാൻ വൈകരുതെന്ന്. വൈകും ഒരിക്കലും ചേരുകയില്ല, മറിച്ച് സത്യത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. അതിന്റെ ആളാവാൻ, അതിന്റെ അഭിമാനം, വിശുദ്ധത്തിന്റെ ആളാവാൻ, വിശുദ്ധമാണ് എന്നതിന്റെ പേരിൽ അഭിമാനം കൊള്ളാൻ എന്താണ് പറയുന്നത്? ഇത് വല്ല CPM-ഉം കോൺഗ്രസോ? മനസ്സിലാകുന്നുണ്ടോ? പണ്ടൊക്കെ പറയും CPM-കാരനാണ് ഞാൻ, അതിൽ അഭിമാനം കൊള്ളും. കോൺഗ്രസ്സുകാരനാണ് അഭിമാനം, BJP-കാരനാണ് അഭിമാനം കൊള്ളുന്നു, വിശുദ്ധംകാരനാണ് ഞാൻ അഭിമാനം കൊള്ളുന്നു. മറിച്ച് ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം ഞങ്ങൾ മുസ്ലിമാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്ന വിഷയത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. വിശുദ്ധംകാരനാണെന്ന് പറഞ്ഞ അഭിമാനം കൊള്ളേണ്ട എന്താ ആവശ്യം എനിക്കുള്ളത്? എനിക്ക് അഭിമാനം കൊള്ളാൻ ഞാനിപ്പോ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് വേണോ? എനിക്ക് അഭിമാനം കൊള്ളാൻ എന്റെ റബ്ബ് എനിക്ക് തന്ന ദീന് മതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചെന്ന ദീന് മതി, സലഫുകളുടെ ചര്യ മതി ഞങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ. ബാക്കിയുള്ളത് അപമാനമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആരാണോ ഈ ദീന് കൊണ്ടല്ലാതെ അഭിമാനം കൊള്ളാൻ നോക്കിയത് അവൻ അള്ളാഹ് അപമാനിക്കും. അപമാനമല്ലേ കാണുന്നത്? ഇതിനേക്കാൾ വലിയ അപമാനം എന്നുണ്ട്? മിമ്പറുമൊക്കെ കയറിയിട്ട് നുണ പറഞ്ഞിട്ട് സാധാരണക്കാര്, ഏത് ഉലമാക്കളല്ല, സാധാരണക്കാര് നമ്മുടെ അടുത്ത് എന്ത് ഈ മനുഷ്യനക്ക് പറ്റിപ്പോയത്? ആൾക്കാരെന്നോട് ചോദിച്ചതാണ്, എന്ത് ഈ ചങ്ങായി പറയുന്നത്? അതായത് ഞാൻ പറയുന്നത് നമ്മളുടെ കൂടെ നടക്കുന്ന നിങ്ങൾ ഈ ആക്ഷേപിച്ച ആളുകൾ പറഞ്ഞു എന്നല്ലേ പറയുന്നത്. മറിച്ച് ഒന്നും ഈ പറഞ്ഞ പോലെ സംഘടനയിലൊന്നും ഇല്ലാണ്ട് എന്താണ് സത്യം എന്നൊന്നും മനസ്സിലാവാണ്ട് ചിലപ്പോൾ ഇത് ശരിയായിരിക്കും, ചിലപ്പോൾ അത് ശരിയായിരിക്കും എന്ന് കരുതി നടക്കുന്ന ആളുകൾ പറയാണ് ഇയാൾക്ക് എന്ത് പറ്റി, ഇയാൾ എന്താ ഈ പറയുന്നത്, ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ആ ഖുത്ബയില് കട്ട് ചെയ്ത പല ഭാഗങ്ങളും പറഞ്ഞു കേട്ടപ്പോ ഞാനിവിടെ ഖത്തീബായിട്ടുള്ളത് നിങ്ങളെ ഭാഗ്യാണ് എന്നൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ എന്തായാലും അൽഹംദുലില്ലാഹ് നന്നായി. അതുപോലെ തന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വേഷത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വേഷത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞു, എന്തൊക്കെയോ കുറ്റം, അത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു. നന്നായി, ഒരു നിലക്ക് നല്ലതാണ്. കാരണം വിശുദ്ധങ്കാർ ഇത് കേട്ടാ അത് വിശ്വസിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇഷ്ടത്തിലുള്ള പാവങ്ങളായ ആളുകൾ മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞു, എന്നാ പിന്നെ ഇത്രയും വലിയ പണ്ഡിതൻ പറഞ്ഞൊരു കാര്യം നമുക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റും. ആ പണ്ഡിതനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങളുടെ പണ്ഡിതനായ മുജാഹിദ് ബാലുശ്ശേരി ആ മനുഷ്യൻ പറഞ്ഞ ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടങ്ങുന്നത്. ഹബ്ലുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു വഅതസിമു ബിഹബ്ലില്ലാഹി ജമീആ, അല്ലാഹുവിന്റെ കയറ് നിങ്ങൾ മുറുകെ പിടിക്കണം, ഒരുമിച്ച് നിൽക്കണം, കയറിൽ പിടിക്കണം. ഏതാണ് കയറ്? അല്ലാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതല്ലാതെ ഹബ്ലു അല്ലാഹുവിന്റെ ഏതെങ്കിലും സംഘടന അല്ല.
കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഒരു സംഘടന വേണമെന്നത് ഒരു ആലിമ് പറഞ്ഞതായി നിങ്ങൾക്കറിയോ? ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞതായി നിങ്ങൾക്കറിയോ? ബുദ്ധി മരവിച്ച ചിരലല്ലാതെ. അതെ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾ ഭിന്നിക്കരുതെന്നാണ്. സംഘടനകൾ എന്താ ചെയ്തത്? ഭിന്നിപ്പിച്ചു, തമ്മിലടിപ്പിച്ചു, ചോരപ്പുഴയൊഴുക്കി, പള്ളികളിൽ ബെഞ്ചും കസാരയും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി സംഘടനകൾ ചെയ്തത്. എന്നിട്ട് പറയാണ് ഭിന്നിക്കാൻ പാടില്ല. ഭിന്നിക്കാൻ പാടില്ല സംഘടന ഉള്ളിലുള്ളവരോട് അങ്ങോട്ടും കൂടെ പറയാം. മുസ്ലിം സമൂഹത്തെ നോക്കിയിട്ട് ഒരു സംഘടന എന്ന് പറയാണ് ഭിന്നിക്കരുത്. അപ്പൊ മറ്റേ സംഘടനക്കാർ നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പൊ ഇപ്പുറത്തെ സംഘടനക്കാരോ അവരും പറയാണ് ഭിന്നിക്കരുത്. എന്നിട്ട് മൂന്നാളും മൂന്ന് കൂട്ടത്തിൽ. ഇതിനല്ല ഭിന്നിപ്പ് എന്ന് പറയല്? ഇതിനല്ലാതെ പിന്നെന്താ ഭിന്നിപ്പ് എന്ന് പറയല്? നേരെ മറിച്ച് അഹ്ലുസ് സുന്നക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ കയറിൽ നിങ്ങൾ ഒരുമിച്ച് പിടിക്കണം. ഏതാണ് കയറ്? അള്ളാഹുവിന്റെ കിതാബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, നിങ്ങളും വരൂ കൂടെ. ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിട്ട് നിങ്ങളതിൽ ചേരൂ എന്നല്ല പറയാനുള്ളത്. പിന്നെന്താ പറയാനുള്ളത്? കിതാബും സുന്നത്തുമുണ്ട്, ഞങ്ങൾ നാം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളും പിടിക്കൂ, ഒരുമിച്ച് നിൽക്കാം. ഇതാണ് ഒരുമിച്ച് നിൽക്കാനുള്ള വഴി. ശരിയാ ഇഖ്വാൻ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് കൂട്ടായ്മയിലെ മെമ്പറെങ്കിലും ആകണം എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ആളുകളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം, ദഅവത്ത് ചെയ്യണം. ഇനി ഏറ്റവും ചുരുങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ദഅവത്ത് ചെയ്യുന്ന കൂട്ടായ്മ, അതായത് വിസ്ഡത്തിൽ മെമ്പറെങ്കിലും ആകണം. പണ്ട് തബ്ലീഗാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, 40 ദിവസം പിന്നെ ഇതിന് പോയാലേ അവനെന്താവുള്ളൂ, യഥാർത്ഥത്തിലുള്ള ഉഷാറ് മുഅ്മിനാവുകയുള്ളൂ. 40 ദിവസം ദഅവത്ത്, അതായത് എന്താണ് ജമാഅത്തിന് പോയാൽ. ഇവർക്ക് ഇപ്പൊ പറയാനുള്ള എന്താണ്? മെമ്പർഷിപ്പ് എടുക്കണം. എന്നാ മെമ്പർഷിപ്പ് എങ്കിലും എടുക്കണം. മനസ്സിലായോ? ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അസ്ലുൽ ഈമാൻ എന്നൊക്കെ പറയില്ലേ, ഈമാന്റെ അസ്ല് ബാക്കി കിട്ടണം എന്ന് പറഞ്ഞാൽ അതെങ്കിലും ചെയ്യണം. മെമ്പർഷിപ്പെങ്കിലും എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ മനസ്സിലായോ? മെമ്പർഷിപ്പ് എടുക്കാത്ത മുസ്ലിമീങ്ങളെ നിങ്ങൾ എവിടെയാണ്, ഏത് ചെളിക്കുണ്ടിലാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് മെമ്പർഷിപ്പെങ്കിലും എടുക്കണം എന്നതാണ് സഹോദരൻ മുജാഹിദ് പറയുന്നത്. ശരി, അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് അടുത്ത ഉദാഹരണം. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അബൂദർ റളിയല്ലാഹു അൻഹു ഇതാ ചുണയുള്ള ആൺകുട്ടി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഹഖെത്തുകയാണ്. അനീസ് വന്ന് പറയുകയാണ്, ഇവിടെ ഒരു നബി വന്നിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ അനീസിനോട് പറയുകയാണ്, ഒരു നബി വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്ന് അന്വേഷിക്ക്. അവിടെതാ ആളുകൾ ചോദിക്കുന്നു, ദാറുമിൻഹാജ് സുന്ന എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു SP നഗറിൽ എന്തോ ദമ്മാജോ എന്തൊക്കെ ഒരു വിഷയം കേൾക്കണ്ടല്ലോ, എന്താണ് സംഭവം? ആളുകൾ അന്വേഷിക്കാൻ വരികയാണ്. അപ്പോൾ അതാ വിശുദ്ധന്മാർ പറയാണ്, മോനെ അവിടേക്ക് പോണ്ട, തീവ്രവാദികളാണ്, ഖവാരിജികളാണ്, ഖവാരിജിയത്തിന്റെ എന്താണ് സ്ലീപ്പിംഗ് സെല്ലുകളാണ്, പിന്നെന്താണ് ദമ്മാജിൽ നിന്ന് എന്തോ കൊണ്ടുവന്നതാണ്. അത് ഈ ഖുതുബയിൽ പറയുന്നുണ്ട്. പോട്ടെ, അത് നമുക്ക് അതിന്റെ സ്ഥലത്ത് പറയാം. അതിനിടയിൽ ചില ആൺകുട്ടികളുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികൾ. അവർ വന്നിട്ട് പറയും, ഇവര് പറയുന്നൊക്കെ കേട്ടിട്ടാണോ ഞാൻ നിൽക്കുന്നത്? ഇവർക്കാണ് ഞാൻ ബുദ്ധി വേണേ ഞാൻ പോയി നോക്കട്ടെ, എന്താണ് അവർ പറയുന്നത്? ദാറുമിൻഹാജ് സുന്നയിൽ എന്താ പറയുന്നത്, മർക്കസുൽ ഉലൂം സുന്നയിൽ എന്താ പറയുന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അവൻ ചെല്ലും, അവൻ അന്വേഷിക്കും. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരായി മക്കക്കാര് മുഴുവൻ എനിക്കെതിര് നിന്നാലും, കേരളീയർ മുഴുവൻ എനിക്കെതിര് നിന്നാലും ഹക്കാണോ ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികൾ ഇപ്പോഴും ഉണ്ട്. ആ പിൻഗാമികളെ കുറിച്ചോ അല്ലെങ്കിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? നിങ്ങൾക്ക് പറയാനും പറ്റും, ഞങ്ങളുടെ മുൻഗാമികൾ എന്തായിരുന്നു? അബൂദർ വരുമ്പോ അബൂദറിനെ സത്യത്തിൽ നിന്ന് തടയാൻ ശ്രമിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു മക്കയിൽ, അവരായിരുന്നു ഞങ്ങളെ മുൻഗാമികൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താണ് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അതാ സത്യം അന്വേഷിച്ച് ചില ചെക്കന്മാർ പോകുമ്പോ അവിടെ പോലീസുണ്ട്, അവിടെ NIA ഉണ്ട്, അവർ ഭ്രാന്തന്മാരാണ്, അവർ മറ്റതാണ്, അവർക്ക് എന്താണ്, അവര് തീവ്രവാദികളാണ്, അവർ ഖവാരിജാണ്, അവർ ISIS ആണ്, ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് മക്കയിൽ എന്തുണ്ട്? നല്ല മാതൃകകളുണ്ട്. അബൂദറിന്റെ മാതൃക നിങ്ങൾക്കില്ല. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക അത് ആൺകുട്ടികൾക്കുള്ളതാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അല്ലേ, പലപ്പോഴും പള്ളിയുടെ മുന്നിലൊന്നും വർത്താനം പറയാൻ പറ്റില്ല, അപ്പോഴത്തേനും മാറ്റിക്കൊണ്ടുപോകണം. മോനെ വിശദങ്കാർ കാണണ്ട, ഇന്നിവിടെ പ്രശ്നം നടക്കും, അങ്ങോട്ട് മാറിയെന്നോ പ്രസിഡന്റ് ഉണ്ട്, കണ്ട
എടങ്ങറാണ്, ഇവിടെ നിന്ന് വർത്താനം പറയണ എന്നിട്ട് എന്ത് ചെയ്യും, മാറിക്കും. അതേപോലെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കൂടാണെന്ന് നീ വിചാരിക്കണ്ട, എന്റെ കൂടാണെന്ന് ആൾക്കാരെ കാണിക്കണ്ട, നമുക്കിങ്ങനെ നടക്കാം, നീയും ഇങ്ങനെ അതേപോലെ നടന്നോ, എന്നിട്ട് ഞാന് ചെരുപ്പ് ശരിയാക്കണ പോലെ, ആരെങ്കിലും കണ്ട ചെരുപ്പ് ശരിയാക്കണ പോലെ കാണും, അപ്പൊ നീ മാറിക്കണം, എന്റെ കൂടെ നേരെ നടക്കണം, അങ്ങനെ നമുക്ക് അവിടെ എത്താം. ഇത് അലി റളിയല്ലാഹു അൻഹു. അതിന് ഞങ്ങളുടെ ഇടയിൽ മാതൃകയുണ്ട്. നിങ്ങൾക്കോ അലി റളിയല്ലാഹു അൻഹു ആരെ കുറിച്ചാണോ പറഞ്ഞത് അതിൽ മാതൃകയുണ്ട്. ശരി, എന്തായാലും പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ ഇരിക്കുന്നതായ ദാറുൽ അർഖമിൽ അവരെത്തി. ഇന്ന് ദാറു മിൻഹാജുസ് സുന്നയിലേക്ക് പലരെത്തുന്നു. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ മറ്റു മർക്കസുകളിലേക്ക് എത്തുന്നു. അൽഹംദുലില്ലാഹ്, അങ്ങനെ എത്തിയവർ ജയിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അബൂദറുണ്ട് ഇവിടെ. ദാറുൽ അർഖമിലേക്ക് എത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്, ഇസ്ലാം എന്താണെന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കണം. ഇനിയാണ് ബാലുശ്ശേരിയുടെ തെളിവ്. അങ്ങനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി, ഗിഫാർ ഗോത്രത്തിലേക്ക് തിരിച്ചുപോയി. ഇവിടെയാണ് പ്രമുഖമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരുന്നത്. എന്താണ്? ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ത് പഠിച്ചിട്ടാണ് പോയത്? വെറും എന്നെ പോലല്ലേ ആളും പോയതെന്നാണ് മൂപ്പര് വിചാരിച്ചിട്ടുള്ളത്. മുജാഹിദ് ബാലുശ്ശേരി എന്താ വിചാരിച്ചത്? അബൂദർ അൽ ഗിഫാരി ഗിഫാർ ഗോത്രത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഇത് എന്നെ കണ്ടില്ലേ, ഒരു വിവരമില്ലാണ്ട്. അതുപോലെയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയത്. അപ്പൊ എനിക്കും ദഅവത്ത് ചെയ്യാം, അബൂദർ റളിയല്ലാഹു അൻഹു ദഅവത്ത് ചെയ്യാം. ഇതാണ് മൂപ്പരുടെ ഒരു തെളിവ്. സഹോദരങ്ങളെ, വിവരമില്ലാത്തവന് ദഅവത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് തെളിവന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും കൂട്ടത്തിൽ എനിക്കറിയില്ല. മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എല്ലാവരും പറഞ്ഞൊരു വർത്താനം എന്താണ്? അറിവുള്ളവനെ ദഅവത്ത് ചെയ്യണം, അറിവില്ലാത്തവരെ ദഅവത്ത് ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു ആലിമിനെ നമുക്കറിയില്ല. ഇത് അതിനുവേണ്ടി തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടത്തിനെ പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ കൂട്ടത്തിന്റെ അവസ്ഥ? ഈ കൂട്ടത്തിലേക്കാണോ ബുദ്ധിയുള്ളവരായ സഹോദരങ്ങൾ നമ്മൾ ചെല്ലേണ്ടത്? നമുക്ക് ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ കിട്ടിയേക്കാം. പക്ഷെ ബുദ്ധിയുള്ളവരെ നിങ്ങൾ എങ്ങനെ ഇതിന് പിടിച്ചു വെക്കുക? അവരെ നിങ്ങൾ എന്തിനു കുറ്റം പറയണം? ശരി, എന്തായാലും അബൂദർ റളിയല്ലാഹു അൻഹു പോയി. അങ്ങനെ ദാറുൽ അർഖമിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് ഇറങ്ങിയിട്ടുള്ളതായ കാര്യങ്ങൾ പഠിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. തിരിച്ചു വരുമ്പോ മദീനയിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോ അസ്ലമും ഗിഫാറും മുഴുവനും മുഅ്മിനീങ്ങളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ ബാലുശ്ശേരി ചോദിക്കുകയാണ്, റസൂലുള്ളാഹി ചോദിച്ചോ, നിനക്ക് എന്താണ്? ഒരു ചോദ്യം ഞാൻ മറന്നുപോയി. നീ ആലിമുൽ അല്ലാമയായിരുന്നോ? ഇതാണ് എന്റെ ഓർമ്മ. നീ ആലിമുൽ അല്ലാമയായിരുന്നോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ 50 കിതാബ് നീ പഠിച്ചിട്ടുണ്ടോ? എന്നിട്ടാണോ നീ ദഅവത്തിന് ഇറങ്ങിയെന്ന് ചോദിച്ചില്ല. അങ്ങനെ ആയിരിക്കും ചോദിക്കോ ചങ്ങായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്ന് മുഅ്മിനീങ്ങളാവുന്നതിൽ തുടക്കക്കാരായിരുന്നു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ചില റിവായത്തിൽ കാണാം 5-ാമനായിരുന്നു അബൂദർ എന്ന്. എത്രാമത്തത്? 5-ാമത്തത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ കൂടി വന്നാല് 5-ാമത്തെ ആളായിരുന്നു ആര്? അല്ല, ആളുകൾ അവരിൽ 5-ാമത്തെ ആളായിരുന്നു ആര്? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അന്ന് എന്തോരം ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അന്ന് എത്ര സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? അന്ന് ഏതൊക്കെ ചര്യകൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ പ്രവർത്തനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരീഅത്തുകളുടെ വിശാലമായ കാര്യങ്ങൾ ഇറങ്ങുന്ന മദീനയിൽ ചെന്നിട്ടാണ്. 13 വർഷങ്ങൾക്ക് ശേഷം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നബിയായി ആ തുടക്കത്തിലാണ് ഈ സംഭവം. 5-ാമത്തെ ആള് അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള 1-ാമന്മാരിൽ ആരുള്ളത്? അബൂദർ അൽ ഗിഫാരി. അന്ന് എന്താ ഉള്ളത് പഠിക്കാൻ? വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ പഠിക്കാനായിട്ട്? അന്നത്തെ ആലിമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അബൂദർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നത്. അന്ന് അള്ളാഹു ഇറക്കിയ ആ ഇൽമും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തിരിച്ച് ഗിഫാറിലേക്ക് പോകുന്നത്. അന്ന് എന്താ ഇറങ്ങിയിട്ടുള്ളത്? തൗഹീദാണ് ഇറങ്ങിയിട്ടുള്ളത്. തൗഹീദ് പഠിച്ചിട്ട് ആര് ചെല്ലാണ്? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. തൗഹീദ് പ്രചരണം ചെയ്യുന്നു, പഠിച്ചത് അറിയിച്ചു കൊടുക്കുന്നു. അന്നത്തെ ദീന് എന്താണോ അത് അറിയിച്ചു കൊടുക്കുന്നു. അവർ സ്വീകരിക്കുന്നു, തിരിച്ചു മദീനയിലേക്ക് പോകുന്നു. ഈ സംഭവമാണ് മൂപ്പർക്ക് വിവരമില്ലാത്തവനക്ക് ദഅവത്ത് നടത്താന്നുള്ളതിനുള്ള തെളിവ്. എന്നിട്ട് വളരെ അക്രമം നിറഞ്ഞൊരു വർത്തമാനം ആള് പറയുന്നുണ്ട്. അല്ലാഹുൽ മുസ്തആൻ,
നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അത് പറഞ്ഞതെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അത് പറഞ്ഞതെങ്കിൽ, എല്ലാ നബിമാരെ കുറിച്ച് ഒരു വർത്തമാനം മൂപ്പര് പറയാണ്, നബിമാരൊന്നും ആലിമുൽ അല്ലാമ ആയിട്ടല്ല ദഅവത്ത് നടത്തുന്നത്. എന്താ പറഞ്ഞത്? നബിമാരൊന്നും ആലിമുൽ അല്ലാമയായിട്ടുള്ള ദഅവത്ത് നടത്തുന്നത്. പിന്നെ എന്താ നിങ്ങൾ വിചാരിച്ചത് നബിനെ കുറിച്ച്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് മുജാഹിദ് എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ആലിമുൽ അല്ലാമ അല്ലെങ്കിൽ പിന്നെ ആരാണ്? നിങ്ങളെന്താ വിചാരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനേക്കാൾ കൂടുതൽ ഷെയ്ഖ് ഇബ്നു ബാസിനും ഷെയ്ഖ് ഇബ്നു ഉസൈമിനും അതുപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി കൊണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അവരെ ആലിമുൽ അല്ലാമ എന്നാണോ വിളിക്കുന്നത്? റസൂലുമാര് ദഅവത്ത് ചെയ്തിട്ടുള്ളത് എന്തല്ല? ആലിമുൽ അല്ലാമയായിട്ടല്ല. നിനക്ക് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ ദേഷ്യപ്പെടേണ്ടത്? ഈ വിവരക്കേട് പറയുന്നവനെ എതിർക്കുന്നവൻ എന്ത്? ദഅവത്തിനെ മുടക്കുന്നു. ഈ ദഅവത്ത് മുടങ്ങി അവിടെ ചത്തുകിടന്നാലും എന്താ ഒരു ദോഷമുള്ളത്? ഇനി ലോകത്തൊരു ദഅവത്തേ നടക്കുന്നില്ല, ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരാൾ മാത്രമാണുള്ളതെങ്കിൽ അയാളെയും കൂടെ മിണ്ടാണ്ട് നിർത്തലാണോ? അതല്ല ആ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ അനുവദിക്കാണോ വേണ്ടത്? ആ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ നിർത്തലാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അതുപോലെ തന്നെ അമ്പിയാക്കളൊന്നും ആലിമുൽ അല്ലാമമാരായിട്ടല്ല. എന്താ വിചാരിച്ചത്? എന്താണ് അള്ളാന്റെ അമ്പിയാക്കളെ കുറിച്ച് ഇയാൾ വിചാരിച്ചത്? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്ന അഅലമകും വഅത്ഖാകും അന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോണ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അറിവുള്ളത്. വഅത്ഖാകും അന, ഏറ്റവും തഖ്വയുള്ളത് ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറയാണ് നബിമാര് ദഅവത്ത് നടത്തിയ ആലിമുൽ അല്ലാമയായിട്ടല്ല. ആലിമുൽ അല്ലാമയല്ലടോ, അതിനേക്കാൾ വലിയവരായിട്ടാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ദഅവത്ത് നടത്തിയിട്ടുള്ളത്. എന്തെങ്കിലും വിളിച്ചു പറയാനൊരു നാവിനെല്ലില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാമെന്ന് കരുതിയിട്ടാണോ ഇവരൊക്കെ കയറുന്നത്? ഞാൻ അതല്ല ആലോചിക്കുന്നത്, കട്ട് ചെയ്തവരുടെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാളെ പ്രസംഗത്തിൽ ഭൂരിഭാഗവും കട്ട് ചെയ്യപ്പെടേണ്ടതാണെന്ന് ഇവർക്കറിയാം. എന്നിട്ടോ കട്ട് ചെയ്തിട്ട് വിട്ടതിന്റെ കോലാണ് ഇപ്പത്. അല്ലാഹുൽ മുസ്തആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിന്റെ അവസാനത്തിലാണ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി എന്ന സൂറത്തിന്റെ ആയത്ത് ഇറക്കിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് തികഞ്ഞിട്ടല്ല, എല്ലാം കൂടെ തികഞ്ഞ് എന്താണ് ആളെ വാക്കുകൾ എത്ര വൃത്തികെട്ട വാക്കുകളാണ്. അല്ലാഹുൽ മുസ്തആൻ. സഹോദരങ്ങളെ, വിശുദ്ധന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് സംസാരിക്കുന്നതല്ല, അള്ളാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ, റസൂലുള്ളാഹിക്ക് ഇന്ന് ഒരായത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുവരെയാണ് ദീന്, അതുവരെയാണ് ദീന്. ഇന്നലെ ഒരായത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ അതുവരെയാണ് ദീന്. ആ ദീന് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമായിരുന്നു. അവസാനത്തെ ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ അന്നാണ് അത് ദീനായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബികൾ വന്ന് ചോദിച്ചു, റസൂലേ, താങ്കളുടെ മേൽ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതുവരെ റസൂലുള്ളാഹ് മിണ്ടാതിരുന്നു. മനസ്സിലായോ? അതിനു മുമ്പ് വരെയുള്ള ദീൻ പൂർണ്ണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെയുള്ളത് പഠിച്ചിട്ടുണ്ട്, ആലിമാണ്, അല്ലാമയാണ്, അതിനേക്കാൾ ഉയരത്തിലുള്ളവനാണ്, ഇമാമു സഖലൈനാണ്. എന്നിട്ട് പറയാണ് നബിമാരൊന്നും ദഅവത്തിന് ഇറങ്ങിയിട്ടുള്ളത് ആലിമുൽ അല്ലാമായിട്ടല്ല. ദമ്മാജിനെ എതിർക്കാൻ വേണ്ടിയിട്ട് തന്റെ പരലോകം കളയാൻ വേണ്ടി പേടിയില്ല, നാണില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പേടിയില്ല, അള്ളാനെ പേടിയില്ല. അല്ലാഹുൽ മുസ്തആൻ. എന്നിട്ട് പറയാണ് നിങ്ങൾ പഠിച്ചൊന്നും ദീനല്ല മക്കളെ. നിങ്ങളുടെ മതം അങ്ങനല്ല, നിങ്ങൾ പഠിച്ചതല്ല, നിങ്ങളുടെ മതം മതമല്ല. എന്താ പറഞ്ഞത്? പറഞ്ഞ വാക്കെന്താണ്? നിങ്ങളുടെ മതം
മതമല്ല. ഈ സൗണ്ടുകൾ ഇതിന്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അയാളുടെ സൗണ്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത്ര ഖൈറാണ്. നിങ്ങളുടെ മതം എന്തല്ല, മതമല്ല മക്കളെ എന്ന്. ഇനി ഏതാണ് മതം? ഈ പറഞ്ഞതാണോ മതം? അള്ളാഹുവിന്റെ റസൂലുമാർക്ക് ഇൽമില്ല, ആലിമുൽ അല്ലാമ അല്ല എന്ന് പറഞ്ഞതാണോ മതം? ഉമർ റളിയല്ലാഹു അൻഹു 1 മിനിറ്റ് നേരത്തെ ഖുറാബിയായിരുന്നു പറഞ്ഞാണോ മതം? ഇൽമുള്ളവനാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന് പറഞ്ഞതാണോ? അന്ന് ഇൽമില്ലാത്തവനാണ് ദഅവത്ത് നടക്കല പറയലാണോ മതം? എന്നിട്ട് പറയാണ്, നിങ്ങളെ നശിപ്പിക്കാൻ ആരോ തന്നതാണ് നിങ്ങൾക്ക് ദമ്മാജിൽ നിന്ന്. കുറച്ചു ദിവസം മുമ്പ് ഇവരുടെ കുഞ്ഞിപ്പട്ടാളുണ്ട്, അവര് ഒരു പോസ്റ്റർ ഇറക്കണ പരിപാടി ഉണ്ടായി. അങ്ങനെ പോസ്റ്റർ ഇജാബയാണോ അങ്ങനെ എന്തോ ഒരു പോസ്റ്റർ പരിപാടി ജാമിയ ഹിന്ദി ഇറക്കണ പോസ്റ്ററുകളാണ്. അതിലൊരു ദിവസം വന്നിരിക്കുന്നു ഷെയ്ഖ് മുഖബിൽ റഹ്മഹുള്ള പറഞ്ഞു. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, ഇവര് ഷെയ്ഖ് മുഖബിലൊക്കെ എടുക്കണ്ടല്ലോ. അവർ ഇത് വെറും ഒരു പോസ്റ്റർ മാത്രമാണ്, അവരുടെ മുഖത്തൊട്ടിക്കാനുള്ള ഒരു പോസ്റ്റർ മാത്രമാണ്. ഞങ്ങൾ ഷെയ്ഖ് മുഖബിലൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു സാധനം മാത്രമാണിത്. അതല്ലാതെ അവർക്ക് ഷെയ്ഖ് മുഖബിലിനോടൊരു ബന്ധവുമില്ല. അതല്ലേ വിശുദ്ധത്തിന്റെ നാവായ, വിശുദ്ധത്തിന്റെ സാധാരണക്കാരുടെ ഉത്തമ പണ്ഡിതനായ ഷെയ്ഖ് മുജാഹിദ് വാലിച്ചേരി പറഞ്ഞത് എന്താണ്? ദമ്മാജിൽ നിന്നും നിങ്ങളെ നശിപ്പിക്കാൻ ആരോ തന്നതാണ്. ആരാ ദമ്മാജിൽ ഉണ്ടായിരുന്നത്? ഷെയ്ഖ് മുഖബിൽ റഹ്മഹുല്ലാ. ദമ്മാജിനോടും ഷെയ്ഖ് മുഖബിലിനോടും അടങ്ങാത്ത വൈരാഗ്യമുണ്ട്. ആ ഷെയ്ഖല്ലേ പിരിവിനെ എതിർത്തത്. പള്ളക്കടിച്ചവനെ വെറുതെ വിടുവോ? തന്റെ പള്ളക്കടിച്ചവനെ വെറുതെ വിടുവോ? പോക്കറ്റിൽ തുന്നിയവനെ, പോക്കറ്റിന്റെ മുകളിൽ തുന്നിയവനെ വെറുതെ വിടുവോ? ഇത്രയും നാൾ ഇതായിരുന്നു ഞങ്ങളുടെ തീറ്റി. നമുക്കറിയാലോ, പല പള്ളികളിലും ഒരുപാട് പണം കൊടുത്തിരുന്ന പലരും ഇവരുടെ കള്ളത്തരങ്ങൾ നമ്മളിലൂടെ മനസ്സിലായി. അപ്പോൾ അതാ ഒരു പൈസ കൊടുക്കണം നിർത്തി. സംഘടനക്കാർക്ക് പൈസ കൊടുക്കണ്ട എന്ന ബോധ്യത്തിൽ അവരെത്തിയപ്പോ ചർച്ചയാവൂലേ? ഇത്രയും നാള് കിട്ടിയിരുന്ന സാധനം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പണിക്ക് പോണ്ടി വരുമോ? അപ്പോ ചർച്ചയായി, ഇവരെ കെട്ടണം, ഇവരെ പിടിച്ചു കെട്ടണം. ഇത് പിടിച്ചു കെട്ടാൻ നിങ്ങൾ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ കൊട പിടിച്ചുകൊണ്ട് തീരുന്ന വെളിച്ചമല്ലത്, മറിച്ച് ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വെളിച്ചമാണ്. കേരളത്തിൽ നിന്ന് ഇനി നിങ്ങൾ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി തന്നെ വിചാരിക്കും. കൊന്നൊടുക്കുന്ന ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ വാദമില്ല. നിങ്ങളങ്ങനെ ആളുകളെ കൊല്ലുന്ന ആളുകളൊന്നല്ല. ഇനി ഞങ്ങളെ ആ വാശി കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നമ്മളങ്ങോട്ട് ചെയ്തു എന്ന് വിചാരിക്കും. എന്നാൽ ഇത് തീരുവോ? കേരളത്തിൽ നിന്ന് വിശുദ്ധ ഒഴിവാക്കിയ വിശുദ്ധ നിങ്ങൾ തീർന്നു പോകും. പക്ഷെ അഹ്ലുസുന്നത്തിന് നിങ്ങൾക്ക് തീർത്താൻ പറ്റുമോ? മനസ്സിലായോ? വിശുദ്ധ എന്ന് പറഞ്ഞ സാധനത്തിന് തീർക്കാൻ എത്ര നമുക്ക് പണിയെടുത്താൽ മതി? കേരളത്തിൽ പണിയെടുത്താൽ മതി. ഇതിന്റെ അർത്ഥം എന്തല്ല? നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്മാരെ തീർക്കലല്ല. വിശുദ്ധം എന്ന സാധനം ഇല്ലാണ്ടാവാൻ കേരളത്തിൽ നിന്ന് പോയാൽ മതി. അഹ്ലുസുന്നത്തിനെ കളയാൻ പറ്റുമോ? അഹ്ലുസുന്നത്തി വൽ ജമാഅ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ, അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ ഒരു ആള് പോലും സുന്നത്തിന്റെ ആളുകളില്ലെങ്കിൽ ലോകത്ത് ബാക്കിയുള്ള ഇടങ്ങളിൽ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും ആളുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? നാം യാ ഇഖ്വാൻ. അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹിയെ കുത്തുന്ന കോലത്തിലുള്ള, ദമ്മാജിനെ കുത്തുന്ന പോലുള്ള ഷെയ്ഖ് അൽ അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞില്ല, ആരെങ്കിലും ഇൽമ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ദമ്മാജിലേക്ക് പോട്ടെ. വൈകിപ്പിക്കരുത്. വൈകിപ്പിക്കൽ ശൈത്താനിൽ നിന്നുള്ളതാണ്. വൈകിപ്പിക്കൽ എന്താണ്? ശൈത്താനിൽ നിന്നുള്ളതാണ്. അതിനെ തൊട്ട് തടയൽ ശൈത്താനിൽ നിന്നുള്ളതാണ്. അപ്പൊ ശൈത്താന്റെ ദഅവത്തുകാരായി മാറി നിൽക്കരുത്, മറിച്ച് ഹക്കിന്റെ ആളുകളുടെ കൂടെ, സാദിഖീങ്ങളുടെ കൂടെ കൂടാൻ നമ്മൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ശരി. എന്നിട്ട് ആള് പറയാണ്, ഒരു നബിയും ആലിമുൽ അല്ലാമയായിട്ടല്ല ദഅവത്ത് നടത്തിയത്. കിട്ടിയത് കറക്റ്റ് ആയിരിക്കണം, പറയുന്നത് സത്യമായിരിക്കണം, എത്രയേ ഉള്ളൂ. ഇത് മൂപ്പര് പറഞ്ഞ വാക്കാട്ടോ, ഞാൻ പറഞ്ഞതല്ല.
കിട്ടിയത് കറക്റ്റ് ആയിരിക്കണം, പറയുന്നത് സത്യമായിരിക്കണം. ഇത് രണ്ടും മൂപ്പരിക്കില്ല. കിട്ടിയത് കറക്റ്റും അല്ല, പറയുന്നത് സത്യമല്ല. പിന്നെ എങ്ങനെ ദഅവത്ത്? ഇയാൾക്കറിയില്ലേ ഇയാൾ പറഞ്ഞത് ഭൂരിഭാഗവും കളവാണെന്ന്? ഇത് കേട്ട സാധാരണക്കാർക്ക് അത് തിരിച്ചറിയാമെങ്കിൽ, കുറെ നാളായല്ലോ ഈ പ്രസംഗവും പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നു, ഇത് കളവാണെന്ന് ഇവർക്കറിയില്ലേ? ഖവാരിജിയത്തിലേക്ക് നമ്മളെ ചേർത്തുമ്പോ ഇവർക്കറിയില്ലേ പറയുന്നത് കളവാണെന്ന്? അപ്പൊ അതല്ല. ഇനി കിട്ടിയതോ? കിട്ടിയതും ശരിയല്ല. അപ്പൊ രണ്ടും അവർക്ക് നടക്കുകയില്ല. എന്നിട്ട് പറയാണ്, സംഘടനയിൽ നിങ്ങൾ പോയി നിങ്ങൾ സംഘടനയിൽ ചേർന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക് അതിന്റെ ഹൈറ്. ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ മൊബൈലിൽ കളിച്ച് അങ്ങോട്ട് ചീത്താവും. ശരിയാണ് പറഞ്ഞത്. ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ പല കാര്യങ്ങളെ ശുഗലായി. മറിച്ച് ഹക്കിന്റെ ആളുകളുടെ കൂടെ കൂടണം. അതിലേക്ക് നിങ്ങളെ വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുന്നു. എന്നിട്ട് പറയാണ്, എന്നാൽ സംഘടനയിലാണെങ്കിലോ നമ്മളെന്താ പറയാ? ഹക്കിന്റെ സംഘത്തിലാണെങ്കിൽ എന്താ പറയാ? നമ്മളെന്താ പറയാ? ഒറ്റക്കാണെങ്കിൽ നീ മൊബൈലൊക്കെ കളിച്ചെന്റെ സമയം തീർക്കും. നേരെ മറിച്ച് ഹക്കിന്റെ സംഘത്തിലാണെങ്കിൽ നിനക്കിതാ അള്ളാഹുവിന്റെ ദീന് പഠിക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നിന്നെ സഹായിക്കും, സഹോദരങ്ങളുണ്ട്, അതുപോലെ തന്നെ ദഅവത്ത് നടത്താൻ വേണ്ടി സഹായിക്കും. നിന്റെ സമയം വേസ്റ്റായി പോവുകയില്ല. ഒന്നാമതായി പറയുന്നതാണ് ദീന് പഠിക്കാലോ. ഇത് സംഘടനയുടെ ഫദ്ല് പറയാട്ടോ, ഞമ്മുണ്ടാക്കി പറഞ്ഞതല്ല. ഇത് മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞ വാക്കാണ്. എന്താണ് പറഞ്ഞത്? ഒരു മീറ്റിംഗ് 2 മണിക്കൂർ, ജീവിതത്തിലെ 2 മണിക്കൂർ മീറ്റിംഗിൽ പോയി. എത്ര ഒരു ദിവസത്തിന്റെ കഥ വരെയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടാവും 2 മണിക്കൂർ, അതിന്റെ കൂലി നമുക്ക് കിട്ടുകയാണ്. പിന്നെ നോട്ടീസ് ഒട്ടിക്കല്, രാത്രി നോട്ടീസ് ഒട്ടിക്കാൻ പോവാ, അതിന്റെ കൂലി കിട്ടുകയാണ്. അപ്പോ പകല് 2 മണിക്കൂറും പോയി, രാത്രിയിൽ എത്ര മണിക്കൂറാണുള്ളത്? നമ്മളൊക്കെ നോട്ടീസ് ഒട്ടിക്കാൻ നടക്കുമ്പോ വെളുപ്പിന് 2 മണിക്ക്, എത്ര മണി? 2 മണി, പാതിരാക്ക് 2 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുകയാണ്. എന്നിട്ട് സുബൈ കിട്ടിയാ കിട്ടി, പോയാ പോയി. അൽഹംദുലില്ലാഹ് നമുക്ക് സുബൈ കിട്ടാറുണ്ട്, പരമാവധി നമ്മൾ മിസ്സാക്കാറില്ല. പക്ഷെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. എത്ര മണി വരെ? രാത്രി 12ഉം 2ഉം മണി വരെ. അന്നത്തെ ദിവസം ഉറക്കില്ല. അങ്ങനെ പോയി റൗണ്ട് അടിച്ച് പിന്നെ അവസാനം നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ സുബൈ ആവുമ്പോഴത്തേന് എത്തുക. മനസ്സിലാവുണ്ടോ? അപ്പൊ രാത്രിയിൽ നോട്ടീസ് ഒട്ടിക്കാൻ, പോസ്റ്റർ ഒട്ടിക്കാൻ പോയാൽ കൂലി കിട്ടും. ഇതാണ് ഒരു സംഘടനക്കാരന്റെ ജീവിതം. മൂപ്പരെന്ത് ചെയ്തതാണ്? വരച്ചു കാണിച്ചതാണ്. ഇതാണ് സംഘടനക്കാരുടെ ജീവിതം. നമുക്കറിയാം, നമുക്ക് കാണുന്നതാണ്. മൂപ്പര് പറഞ്ഞത് ശരിയാണ്, പറഞ്ഞതിൽ ഒരു സത്യമുള്ള കാര്യത്താണ്. സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെ പോരൂ. ഇതാ രാവിലെ നിങ്ങൾക്ക് ദീന് പഠിക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവിതത്തിന്റെ ശുഗലുകളിൽ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തിരിച്ചു വന്ന് മർക്കസുകളിൽ നിന്ന് ഈ ഹദീസിന്റെ ദാറുകളിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ദീന് പഠിക്കാം. ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കാം, ആളുകളിലേക്ക് ക്ഷണിക്കാം, ദീനിന്റെ മജ്‌ലിസുകളിലേക്ക് ക്ഷണിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും പരിപാടി നടത്തുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. കേരളത്തിൽ മുഴുവൻ ദിവസേന പരിപാടി ഉണ്ടാവാൻ ചിലപ്പോ വിശുദ്ധത്തിന്. പക്ഷെ ഒരേ സ്ഥലത്തോ, ഇപ്പോ നമ്മളുടെ എന്താ പേര്, SP നഗർ, ഇവിടെ വിശുദ്ധത്തിന്റെ ഒരു പരിപാടി, നെക്സ്റ്റ് പരിപാടി വരണമെങ്കിൽ എത്ര കാലം കഴിയും? അല്ലെങ്കിൽ എത്ര കാലമായി നടന്നിട്ട്? പള്ളിയില് ഇതേപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെ എന്ന് പറഞ്ഞതല്ലാണ്ട് ദിനേന അള്ളാഹുവിന്റെ കിതാബ് കൃത്യമായ ഒരു മനഹജിൽ പോയിക്കൊണ്ടിരിക്കുന്ന പഠിക്കുന്ന ഏത് സ്ഥലമുള്ളത്? ഇവർ അറബി കോളേജുകളല്ലാതെ, അതും കൃത്യമായ മനഹജിലല്ല, മറിച്ച് ദിവസേന നടക്കുന്നുണ്ടെന്ന് പറയാം. അത് യൂണിവേഴ്സിറ്റിയും അതും ഇതൊക്കെ മിക്സാക്കി പിള്ളേർക്ക് പഠിക്കാൻ പറ്റാത്ത കോലത്തിൽ അങ്ങനെ ആക്കി കൊടുക്കും. സഹോദരങ്ങൾ, എന്റെ സംസാരം നീളുന്നുണ്ട്. എന്തായാലും ഇതാണ് നമുക്ക് മുജാഹിദ് ബാലുശ്ശേരിയോട് പറയാനുള്ളത്. സംഘടനക്കാരന്റെ ജീവിതത്തിലേക്ക് ഹക്കറിഞ്ഞ ഒരുത്തനെ നിനക്ക് കിട്ടുകയില്ല. മറിച്ച് വിവരമില്ലാത്ത ആരെങ്കിലും കുറച്ചുനാള്, അതും സത്യം അന്വേഷിച്ച് പോകാൻ തയ്യാറില്ലാത്തവനെ പിടിച്ചു നിർത്താൻ കഴിയുമായിരിക്കും. എന്നാൽ സത്യം അന്വേഷിച്ച് പോകാൻ തയ്യാറുള്ള ധൈര്യമുള്ള ആളുകളെ പിടിച്ചു നിർത്താൻ അത് ഈ നുണപ്രചരണങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. മറിച്ച് ഈ നുണപ്രചരണങ്ങൾ അതിന് പവർ കൂട്ടുകയേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അവസാനം 2ാമത്തെ ഖുതുബ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. മൂസാ അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, എനിക്കെന്റെ കുടുംബത്തിൽ നിന്നുമല്ല ഒരു
ആ സഹചാരിയെ വേണം. ഹാറൂന അഖി, എന്റെ സഹോദരനായ ഹാറൂൻ എനിക്ക് വേണം. ഉഷ്ദുദ് ബിഹി അസ്രി, എന്റെ കാര്യം അത് അദ്ദേഹത്തിനെ കൊണ്ട് ശക്തിപ്പെടാൻ. കൈനുസബ്ബിഹക കസീറ വനദ്കുറക കസീറ, ഞങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, തസ്ബീഹ് ചെയ്യാൻ വേണ്ടിയിട്ട്, താങ്കൾ അങ്ങയെ കൂടുതലായി സ്മരിക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് മൂസ അലൈഹി ഇസ്ലാം ഇതാണോ ദുആ ചെയ്തത്? അള്ളാഹു ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കി തരണം, ആ സംഘടനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം. ഇതാണോ മൂസ അലൈഹി ഇസ്ലാം ദുആ ചെയ്തത്? അല്ല. മറിച്ച് എന്റെ സഹോദരനെ എനിക്ക് സപ്പോർട്ടിന് വേണം, സഹോദരങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വാ, നിങ്ങൾ അന്യോന്യം നന്മയിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും അന്യോന്യം സഹകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും ഹഖ് ഏതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് അവൻ വൈകിക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ, ആ വാഹനത്തിൽ കയറാൻ നിങ്ങൾ പിന്തിരിക്കരുത്. വിശുദ്ധത്തിന്റെ ആ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ കേട്ട് പലരും പിന്തി നിന്നിട്ടുണ്ടാകാം. എന്നാൽ ഇനി ആ അദ്ദേഹം തന്നെ പറഞ്ഞ സത്യത്തിനോട് അടുത്ത കക്ഷിയിൽ നിന്നും സത്യത്തിലുള്ള കക്ഷിയിലേക്ക് കടന്നു വരണം എന്ന് നമ്മൾ പറയുകയാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാമ ചോദിച്ച ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനു, അദ്ദേഹം അത് പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, എന്താണ്? കൂനു അൻസാറല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികളാകൂ. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളാകൂ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. വിസ്ഡത്തിന്റെ സഹായികളാകൂ, വിസ്ഡത്തിന്റെ മെമ്പർമാരാകൂ എന്ന് നമുക്ക് പറയാനില്ല, എന്ന് പറയരുത്. മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞത് അതാണ്, വിസ്ഡത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കണം. നമുക്ക് പറയാനുള്ളത് എന്താ? കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അൻസാറുകളാവൂ. സെയിം ഒരേ വാക്ക്. എന്നാൽ മുജാഹിദ് വാലിശ്ശേരിക്ക് എന്ന് പറഞ്ഞത് പറയാനുള്ളത് കൂനു അസ്ഹാബ ജംഇയ്യത്തിൽ ഹിക്മ എന്നാണ്. ആര് പറഞ്ഞത്? മുജാഹിദ് വാലിശ്ശേരി. മുജാഹിദ് വാലിശ്ശേരി എന്ന് പറഞ്ഞത് ഒരു നാവ് മാത്രമാണ്. ഇതാണ് വിസ്ഡത്തിന്റെ നെഞ്ചടിപ്പ് അല്ലെങ്കിൽ ഹൃദയത്തുടിപ്പ്. ഇതാണ്. അത് ആരെ വായിക്കൂടെ പുറത്തിട്ടു മാത്രം? മുജാഹിദ് വാലിശ്ശേരിയുടെ നാവിലൂടെ പുറത്തിട്ടു എന്ന് മാത്രം. കമാ ഖാല ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം പറഞ്ഞതുപോലെ ലിൽ ഹവാരിയീൻ, അദ്ദേഹത്തിന്റെ സഹചാരികളോട്, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള എന്റെ സഹായികൾ ആരാണ്? ഇതാ നമ്മൾ ചോദിക്കുന്നു, ആരുണ്ട് സഹായിക്കാൻ? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, അതാ സദ്വൃത്തരായ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഞങ്ങളുണ്ട്. ഇതുപോലെ പറയാൻ തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ നിങ്ങൾ തയ്യാറാകണം. സഹോദരങ്ങളെ, എന്റെ വാക്കുകൾ പലയിടത്തും ഷാർപ്പായിട്ടുണ്ടാകാം, മുറിവേൽപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ ചില മുറിവുകൾ ആവശ്യമാണ്. ചില മുറിവുകൾ ചില കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയൽ ആവശ്യമാണ്. കാരണം അങ്ങനെ മൂടിവെച്ചാൽ ഞാനും ഒരു വഞ്ചകനായി മാറിപ്പോകും എന്നത് ഓർത്തുകൊണ്ട് തുറന്നു പറഞ്ഞതാണ്. ചില സമയങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനോടുള്ള കടപ്പാട് കൊണ്ട്, എനിക്കെന്റെ ദീനിനോടുള്ള ബാധ്യത കൊണ്ട് ചില സമയങ്ങളിൽ എന്റെ സംസാരത്തിന്റെ ശബ്ദമുയർന്നു പോയത് ഒരിക്കലും ഏതെങ്കിലും വൈരാഗ്യം, മുൻവൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ അപകടം നിറഞ്ഞതാണ്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയും ഇത് കാര്യങ്ങൾ തിരുത്തണം. അള്ളാഹുവിന്റെ ദീനിൽ, യഥാർത്ഥ ദീനിലേക്ക് മടങ്ങി വരണം. എത്രത്തോളം നിങ്ങളുടെ ദീന് ദീനല്ല എന്ന് വരെ, അതായത് ഇതാണ് ഖവാരിജികളുടെ ആശയം. ഇതാണ് ഖവാരിജികളുടെ ആശയം. എന്താ? തക്ഫീറാണ് അവരുടെ ആശയം. നിങ്ങളുടെ ദീന് ദീനല്ല എന്ന് പറയാൻ. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചു വരണം, മടങ്ങി വരണം. സഹോദരങ്ങളെ, ഈ ദഅവ, ഞാൻ ഈ സംസാരിക്കുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവ, അൽഹംദുലില്ലാ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ സത്യത്തിന്റെ ദഅവ അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്നത് പോലെ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത്. അബൂ അദ്നാൻ ഹഫളഹുല്ലാഹ്, അദ്ദേഹം ഇവിടെ കടന്നു വന്നു, ദഅവ തുടങ്ങി, അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു. ഇതാ ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദുആത്തുകളായി, പ്രബോധകന്മാരായി എത്ര ആളുകളെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇതാ അബൂ അദ്നാൻ ഹഫളഹുല്ലാഹ്, അബൂ മുഫ്ലിഹ് ഹഫളഹുല്ലാഹ്, അബൂ ഫർഹ ഹഫളഹുല്ലാഹ്, അബൂ അബ്ദുല്ലാ ജീലാനി അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഹഫളഹുല്ലാഹ്, അബൂ അബ്ദുറഹ്മാൻ നൗഷാദ് അൽ ഹിന്ദി ഹഫളഹുല്ലാഹ്, അബൂ മറിയം യഹ്യ ഹഫളഹുല്ലാഹ്, അബൂ ആയിഷ നൂഹ്
ഹഫളഹുല്ലാ, അബൂ സഈദ് സഅദ് ഹഫളഹുല്ലാ, അബൂ റയ്യാൻ ഹഫളഹുല്ലാ, അതുപോലെ അബൂ അബ്ദുറഹ്മാൻ അബ്ദുള്ള ഹഫളഹുല്ലാ, അതുപോലെ തന്നെ അബൂ അയ്യൂബ് യാസിർ ഹഫളഹുല്ലാ. എത്രയാള്! അബൂ അബ്ദില്ല മുഹമ്മദ് അൽ ഹിന്ദി ഹഫളഹുല്ലാ, സൽമാൻ അബൂ ദാവൂദ് സൽമാൻ ഹഫളഹുല്ലാ, മിഖ്ദാദ് ഹഫളഹുല്ലാ. എത്ര ആളുകൾ നിങ്ങൾക്ക് വേണം? എത്ര ആളുകൾ? ഇനി എത്ര ആളുകൾ ഞാൻ എണ്ണാനുണ്ട്? ഇവരെല്ലാവരും ദായിമാരാണ്. വെറുതെ എന്തെങ്കിലും വിടുവായിത്തം വിളിച്ചു പറയുന്ന ദായിമാരല്ല. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സലഫുസ് സാലിഹീങ്ങൾ എങ്ങനെ പഠിച്ചു അങ്ങനെ പഠിച്ചു, എങ്ങനെ ദഅവത്ത് ചെയ്തോ അങ്ങനെ ദഅവത്ത് ചെയ്യുന്ന ദായിമാരാണ്. അല്ലേ? നമ്മളുടെ സഹോദരന്മാർ അബൂ റയ്യാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം ഏതാനും വർഷങ്ങളാണ് മുസ്ലിമായിട്ട്. എന്നാൽ ഇന്ന് അദ്ദേഹം ബൈഖൂനിയുടെ ശറഹ് അദ്ദേഹം ചെയ്യുന്നുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന്റെ ദർസ് കഴിഞ്ഞു. ബൈഖൂനിയ ഉസൂലുൽ ഹദീസിലുള്ള ഗ്രന്ഥമാണ്. അബൂ മുഫ്ലിഹ് ഹഫിളഹുല്ലാ ഉസൂലുൽ ഫിഖ്ഹും അതുപോലെ ഉള്ള ഗ്രന്ഥങ്ങളും കൈകാര്യം ചെയ്യുന്നത് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഉള്ള സഹോദരന്മാർ അറബിയും അതുപോലെ തന്നെ അൽഫിയത്ത് ഇബ്നു മാലിക്കും എല്ലാം പഠിച്ചവരും പഠിപ്പിക്കാൻ പ്രാപ്തരുമായവരുമായ നമ്മളുടെ സഹോദരങ്ങളുടെ ഉണ്ട് എങ്കിൽ, നിസ്സാരമായ 5, 6, 7 വർഷങ്ങൾക്കുള്ളിലാണ് ഈ മാറ്റമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടത് തന്നെ. നിങ്ങൾ ഇത്രയും പേടിച്ച പോരാ, ഇനിയും പേടിക്കണം. ഒരു ഖുത്ബ പോരാതെ വരും. കളവ് പറയാൻ 1, 2 ഖുത്ബകൾ പോരാതെ വരും. പക്ഷെ കളവ് പറഞ്ഞത് കൊണ്ട് ഇതിനെ തടയിടാമെന്ന് ആരും കരുതേണ്ട. യാ നാതിഹൻ ജബലൻ യൗമൻ ലിയൂഹിനഹു, പർവ്വതം പൊളിക്കാൻ അതിന്മേൽ തലയിട്ടടിക്കുന്നവനെ, ഇഷ്ഫിഖ് അലൽ റഅസി ലാ തുഷ്ഫിഖ് അലൽ ജബലി, നിന്റെ തലയുടെ കാര്യത്തിൽ നീ വിഷമിച്ചോ, നീ മലയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം ഊരിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ എത്ര വെറുത്താലും അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാമാണ് തീർച്ചയായും ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനും സുന്നത്തും സലഫുസ് സാലിഹീങ്ങളുടെ മാർഗവും അള്ളാഹു ഇറക്കിയതാണ്. അവസാന കാലഘട്ടം വരെ അള്ളാഹു അതിനെ സംരക്ഷിക്കും. ആരെങ്കിലും നുണ പറഞ്ഞതുകൊണ്ട്, ആരുടെയെങ്കിലും സംഘടന ശക്തി കൊണ്ട് അലിഞ്ഞു പോകുന്നതല്ല ഇത് എന്നത് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ഒരു കക്ഷിത്വത്തിലുമില്ലാതെ, കക്ഷിത്വത്തിന്റെ കഥ പറയുമ്പോൾ പല ആളുകൾ പറയും വിശുദ്ധത്തിന് കക്ഷിത്വമില്ല, വിശുദ്ധത്തിന് കക്ഷിത്വമില്ല. കഴിഞ്ഞ ദിവസം വയനാട് നടന്ന സംഭവം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത് എന്താണെന്ന് കേൾക്കാനും അറിയാനും ചില ആളുകൾ കടന്നു വന്നു. അവർ വിശുദ്ധത്തിന്റെ സെക്രട്ടറിയും അങ്ങനെയുള്ള ആളുകളുമായിരുന്നു. എന്താണ് സംഭവം എന്നറിയാനാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പള്ളിയുണ്ട്. അവർ വിശുദ്ധക്കാരാണെങ്കിലോ അവർ പിരിവൊക്കെ എടുത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പിരിച്ചുണ്ടാക്കിയ ഒരു പള്ളിയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെഡാണ്. അങ്ങനെ ഹക്കറിയാൻ വേണ്ടി ഇവർ കടന്നു ചെന്ന് തിരിച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ പള്ളി അതാ പൂട്ടുന്നു. വിശുദ്ധത്തിന്റെ വിയർപ്പ് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവര് പള്ളി പൂട്ടുന്നു. ഈ കക്ഷിത്വം എവിടെ വരെ എത്തി? നുണ പറയുന്നതിലേക്ക്, ആളുകളെ കുറിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിലേക്ക്, തീവ്രവാദികളാണെന്ന് ആരോപിക്കുന്നതിലേക്ക് എത്തിയെങ്കിൽ, സഹോദരങ്ങളെ, മെമ്പർഷിപ്പ് ഇല്ല എന്നതിന്റെ പേരിൽ മാത്രം ആളുകളെ നിങ്ങൾ തരംതിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കക്ഷിത്വത്തിലാണ് എന്നതിന് ഒരു സംശയവും നിങ്ങൾ സംശയിക്കണ്ട, ഒരു തെളിവും വേറെ വേണ്ട സഹോദരങ്ങളെ. അതിനാൽ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ദീനിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജിലേക്ക് നിങ്ങൾ മടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന ആ ഉദ്ദേശത്തിനു വേണ്ടി നിങ്ങളത് വിട്ടുപുറത്ത് മാപ്പാക്കി തരിക. അള്ളാഹുവിന്റെ അടുക്കലാണ്
എന്റെ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും വന്നിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൾ കൊണ്ട് ഉപകാരമുണ്ടാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട വ്യക്തികളാകട്ടെ അതല്ലാത്ത വ്യക്തികളാകട്ടെ ആരൊക്കെ ഈ സംഘടനയുടെ പ്രബോധകന്മാരായിട്ടുണ്ടോ അവർക്ക് വെളിച്ചം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ ഷർറിൽ, ഇതിന്റെ ഈ ഒരു പ്രബോധനത്തിന്റെ ഷർറിൽ പെട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ അത് നമ്മളുടെ അടുത്തവരും അകന്നവരുമായ എത്രയോ പാവപ്പെട്ട ആളുകൾ നല്ലതാണ് ചെയ്യുന്നത് എന്ന് കരുതിയിട്ടാണ് യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുൽ, നബിയെ പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും നഷ്ടം പറ്റിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ അത് വഴിതെറ്റിപ്പോയ ആളുകളാണവർ. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ വിചാരിക്കുന്നത് അവർ നന്മ ചെയ്യുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. നന്മ ചെയ്യുകയാണെന്ന് കരുതി പെട്ടുപോയ പല ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.